ഓക്കെ, തീരപ്രദേശം എങ്ങനെയാണ് കണക്കാക്കുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയുള്ളതിനാണ് തീരപ്രദേശം. ഓക്കെ, അടുത്ത് എന്താണ് കേരളത്തിൽ നദികളുടെ നീളം, നദികളുടെ എണ്ണം 44. ഏറ്റവും വലിയ നദി പെരിയാർ, ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. പെരിയാറിന്റെ നീളം 244. 244. പെരിയാറിന്റെ നീളം മൈലിൽ പറയുകയാണെങ്കിൽ എത്രയാണ്? 209 മൈൽ. ഓക്കെ, സ്ക്വയർ മൈൽ 209 സ്ക്വയർ മൈൽ. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,63 ചതുരശ്ര കിലോമീറ്റർ. അത് മൈലിൽ പറയുകയാണെങ്കിൽ അത് മൈലിൽ പറഞ്ഞു 15,005 സ്ക്വയർ മൈൽ. 15,005 സ്ക്വയർ മൈൽ. അപ്പോഴേ ഈ മൂത്രത്തിലൂടെ വിസർജിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാലും സി ആണ് കേട്ടാ. മൂത്രത്തിലൂടെ വിസർജിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് സി ആണ്. മൂത്രത്തിൽ നിന്ന് എടുക്കണോന്ന് ഫ്രഷ് ഫുഡ് കഴിച്ചാൽ മതി. ജലദോഷത്തിന് ഒരു ഔഷധമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ജലദോഷത്തിന് ഒരു ഔഷധമായി കണക്കാക്കുന്ന വൈറ്റമിൻ സി ആണ് കേട്ടാ. ജലദോഷത്തിന് നല്ല കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ ഇതിനകത്ത്. ജലദോഷത്തിന് ഒരു ഔഷധമാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ മറ്റേ ഫ്രഷ് ഫുഡൊക്കെ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു രോഗം ഏതാണ്? അപര്യാപ്ത രോഗം സ്കർവിയാണ്. അപര്യാപ്ത രോഗം സ്കർവിയാണ്. അപ്പൊ കുറച്ച് നാഷണൽ പാർക്ക് എല്ലാം പ്രീവിയസ് ആണ്. അതുകൊണ്ട് പഠിച്ചിരിക്കണം. ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട് കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാർ എവിടെയാണ്? തമിഴ്നാട്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് അതവിടെ. ഇന്ദിരാഗാന്ധിയുടെ വേറെ പേരാണ് ആനമല. എവിടെയാണ് ആനമല? ആനമലൈ തമിഴ്നാട്. ബന്നാർഘട്ട അറിയാലോ? കർണാടക. ബന്നാർഘട്ട ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ബട്ടർഫ്ലൈ പാർക്ക് കർണാടക. ബന്ദിപ്പൂർ കർണാടക. കൻഹ കർണാടക. മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. പെഞ്ച് എവിടെയാണ്? മധ്യപ്രദേശ്. പെഞ്ചിന് വേറൊരു പേരുണ്ട്, ഇന്ദിരാ പ്രിയദർശിനി നാഷണൽ പാർക്ക്. തിരിഞ്ഞു കേട്ടോ. ഇന്ദിരാ പ്രിയദർശിനി നാഷണൽ പാർക്കാണ് പെഞ്ച് മധ്യപ്രദേശ്. എന്നാൽ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ആനമല തമിഴ്നാട് കേട്ടോ. മാധവ് മധ്യപ്രദേശ്. മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. സുൽത്താൻപൂർ മഹാരാഷ്ട്ര. ഹരിയാന. സുൽത്താൻപൂർ ഹരിയാന. ഗിർ ഗുജറാത്ത്. ഗ്രേറ്റ് ഹിമാലയ ഗുജറാത്ത്. ആ പേരിലുണ്ട് ഹിമാചൽ പ്രദേശ്. ഗ്രേറ്റ് ഹിമാലയ ഹിമാചൽ പ്രദേശ്. സലീം അലി നാഷണൽ പാർക്ക്. ഹരിയാന. ജമ്മു കാശ്മീർ. ഡച്ചിഗ്രാം അതും ജമ്മു കാശ്മീർ. വാൽമീകി ബീഹാർ. നാഷണൽ പാർക്ക് ബീഹാർ. സുന്ദർബൻ ബംഗാൾ. വാൽമീകി എവിടെയാണ്? ബീഹാർ. ഡച്ചിഗ്രാം സലീം അലി കാശ്മീർ. ഹിമാലയത്തില് ഹിമാചൽ. ഗിർ ഗുജറാത്ത്. സുൽത്താൻപൂർ ഹരിയാന. മാധവ് മധ്യപ്രദേശ്. പറഞ്ഞല്ലോ. പെഞ്ചും കൻഹ. എന്താ പറയാ? ബന്ദിപ്പൂർ കർണാടക. ബന്നാർഘട്ടയുടെ പ്രത്യേകത ബട്ടർഫ്ലൈ. ഇന്ദിരാഗാന്ധി ആനമലൈ നാഷണൽ പാർക്ക് തമിഴ്നാട്. ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്. മൗലിംഗ് ചോദിച്ചിട്ടുള്ളത്. മൗലിംഗ് അരുണാചൽ പ്രദേശ്. ചോദിച്ചോളാം കേട്ടോ. മൗലിംഗ് നാഷണൽ പാർക്ക് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. നൊക്രക് മേഘാലയ. ഇനി പറ, ഇത് അടുത്ത് തന്നെ ചോദിക്കും. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി മറൈനോട് വരുമ്പോൾ ആൻഡമാൻ നിക്കോബാർ. ഇനി റാണി ഝാൻസി നാഷണൽ പാർക്ക്. മഹാത്മാഗാന്ധി മറൈൻ അവിടെ നിക്കോബാറിലാണ്. ആൻഡമാൻ നിക്കോബാർ. റാണി ഝാൻസി എവിടെയാണ് കേട്ടോ? മഹാത്മാഗാന്ധി റാണി ഝാൻസി നാഷണൽ പാർക്ക് എവിടെയാണ്? നൊക്രക് മേഘാലയ. മൗലിംഗ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്.
ഞാൻ ഒരു ഇത് പറയട്ടെ, കറണ്ട് അഫയേഴ്സ്. ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി. അടുത്ത മരിച്ചു അല്ലേ? ഞാനിത് വായിച്ചു പക്ഷെ ഓർമ്മയില്ല. കേണൽ സോനം വാങ്ചുക്ക്. കേട്ടോ, ഓർത്ത് വെച്ചാൽ ചോദിക്കും. സോനം വാങ്ചുക്ക് പുള്ളി മരിച്ചുപോയി. അപ്പൊ ലയൺ ഓഫ് ലഡാക്ക്, ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് കേണൽ സോനം വാങ്ചുക്ക്. കേട്ടോ, വാങ്ചുക്ക്. ചതുപ്പ് രോഗം. ചതുപ്പ് രോഗം നിങ്ങൾ എത്ര നേരം ചോദിച്ചില്ല. മലമ്പനിയാണ്. മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് ചോദിച്ചാലും മലമ്പനിയാണ്. മലമ്പനി. ഗ്രേവ്സ് ഡിസീസ് ഗായിൽ തന്നെ ഉണ്ട്. ഗ്രേവ്സ് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ് ലോക്ക് ജോ ഡിസീസ്. ലോക്ക് ജോ. ടെറ്റനസ്. ലോക്ക് ജോ ഡിസീസ്. ടെറ്റനിയുണ്ട്. ഇത് ടെറ്റനസ്. ലോക്ക് ജോ ഡിസീസ്. ടെറ്റനസ്. രാജകീയ രോഗം. പ്ലേഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു. ഏപ്രിൽ 17 ഹീമോഫീലിയ. രാജകീയ രോഗം ഹീമോഫീലിയ. അതുപോലെ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. പ്ലേഗ്. പ്ലേഗ്. കറുത്ത ചോദിക്കുന്നത് കറുത്ത മരണം പ്ലേഗ്. അപ്പൊ വെളുത്ത പ്ലേഗ് എന്താണ്? വെളുത്ത പ്ലേഗ് ക്ഷയം. വെളുത്ത പ്ലേഗ് ക്ഷയം. വെളുത്ത പ്ലേഗ് ക്ഷയം. ഹാൻസൻസ് ഡിസീസ് കുഷ്ഠം. ഹാൻസൻസ് ഡിസീസ് കുഷ്ഠം. കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. കുഷ്ഠം 25 ഏപ്രിൽ. അല്ലല്ല, അത് മലേറിയ ദിനം ഏപ്രിൽ 25. രക്തസാക്ഷി ദിനം ജനുവരി 30. അത് തന്നെയാണ്. ഓ ശരിയാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാഴ്സ്. കില്ലർ ന്യൂമോണിയ സാഴ്സ്. 7 ഡേ ഫീവർ. എലിപ്പനി. 7 ഡേ ഫീവർ എലിപ്പനിയാണ്. അതായിരിക്കും 7 ഡേ ഫീവർ. 8 നടന്നാ ചത്തോല്ലേ. വീൽസ് ഡിസീസ്. അതും എലിപ്പനിയാണ്. വീൽസ് ഡിസീസ്. 7 ഡേ ഫീവർ. ഒന്നും കൂടെ ഉണ്ട്, ബ്ലാക്ക് ജോണ്ടിസ്. ബ്ലാക്ക് ജോണ്ടിസ്. ഇത് 3 എലിപ്പനിയാണ് കേട്ടോ. 7 ഡേ ഫീവർ, വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടിസ്. ഇതെല്ലാം എലിപ്പനി പരത്തുന്ന ജീവി. ഇതാണ് മറ്റേത്. വിഷൂചിക. ഏത് രോഗം? വിഷൂചിക. കോളറയാണ്. അടുത്ത മദ്രാസ് ഐ. നമുക്കൊക്കെ മദ്രാസ് ഐ. അടുത്ത എന്തിനാ കണ്ടുപിടിക്കണേ? ചെങ്കണ്ണ എവിടെ വരണമെന്നായിരിക്കും. മദ്രാസ് ഐ. അടുത്തൊരു ചോദിക്കട്ടെ, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ചാപ്റ്റർ കേരള ഭൂമിശാസ്ത്രത്തിലെ കേരളക്കരയിൽ എന്നത് ചാപ്റ്റർ 10 പറയട്ടാ. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടി. പെരുമാൾ മുടി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ഥലത്തിന് വേറെ പ്രത്യേകത ഓർമ്മ. പെരുമാൾ മുടിയല്ലേ? കൊടുങ്ങരപ്പള്ള പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴ. ഭവാനി. മദ്രാസായി. ഗ്രിഡ് രോഗം. ഗ്രിഡ് എയ്ഡ്സ് ആണ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം HIV. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ്. ലിംഫോസൈറ്റുകളാണ് ബാധിക്കുന്നത്. പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നത്. ഡിസംബർ 1. പിള്ളവാദം എന്നറിയപ്പെടുന്നത്. പിള്ളേർക്കൊക്കെ കൊടുക്കണ എന്താണ് സാധാരണ? ഇവരെ കൊണ്ടുപോയി പോളിയോ. പിള്ളവാദം പോളിയോ ആണ് കേട്ടോ. പിള്ളവാദം പോളിയോ. ഇനി ബി കോംപ്ലക്സിനകത്ത് ഉൾപ്പെടുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? B1, B2, B3, B5, B6 ഉണ്ട്, B7, B9, B12. ഇത്രയും B1, B2, B3, B5, B6, B4 ഇല്ല, B8 ഇല്ല, 10 ഇല്ല, 11 ഇല്ല, 4 ഇല്ല, 8 ഇല്ല, 10 ഇല്ല, 11 ഇല്ല, 12 വരെ ഉള്ളൂ. എളുപ്പം. 4 ഇല്ല, 8 ഇല്ല, 10 ഇല്ല, 11 ഇല്ല. കുഴപ്പമില്ല. എവറസ്റ്റ് കീഴടക്കിയതാണ് അതൊരു ക്രിസ്റ്റഫറും ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരി. എവറസ്റ്റ് ദിനം മെയ് 29. എവറസ്റ്റ് കീഴടക്കിയത് എന്നോ? 53 മെയ് 29. അതാണ് മെയ് 29 എവറസ്റ്റ് ദിനം. കീഴടക്കിയത് ആരൊക്കെയാണ്? ടെൻസിംഗ് നോർഗെ, എഡ്മണ്ട് ഹിലാരി. ഏത് രാജ്യക്കാരി? ന്യൂസിലാൻഡ്. ടെൻസിംഗ് നോർഗെ എവറസ്റ്റ് എവിടെയാണ്? അവിടെ തന്നെ. നേപ്പാൾ.
ഇനി താർ മരുഭൂമി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതിന്റെ സംസ്ഥാനം രാജസ്ഥാൻ. വേറെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ട്? പഞ്ചാബിലുണ്ട്, ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്ര അല്ല, ഹരിയാന. പഞ്ചാബ് ഹരിയാന അടുത്തടുത്ത്. പഞ്ചാബ് ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ് ഹരിയാന, ഗുജറാത്ത്. പിന്നെ എവിടെ ഉണ്ട്? ഒരു സംസ്ഥാനമുണ്ട്, രാജസ്ഥാൻ. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. വൈറ്റമിൻ B1 B1 തയാമിൻ, B2 B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, അടുത്ത B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകോബാലാമിൻ. ഒന്നും കൂടെ പറ. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകോബാലാമിൻ. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അറിയാമോ? 2020 പറയട്ടാ. മികച്ച സിനിമ ഫിലിം ക്രിട്ടിക്സ് കേരളയാണ്. കേരള. മികച്ച എക്കോ സംവിധാനം ദിൻജിത്ത് അയ്യത്താൻ കേട്ടോ. എക്കോ സിനിമയുടെ സംവിധാനം ആരെന്ന് വെച്ചാൽ ദിൻജിത്ത് അയ്യത്താൻ. കണ്ടാ സിനിമ? കണ്ടാ? മികച്ച സംവിധായകനാ ഡൊമിനിക് അരുൺ. മികച്ച സംവിധായകൻ ലോക ചാപ്റ്റർ 1. ലോക സിനിമയുടെ സംവിധായകനാണ് ഡൊമിനിക് അരുൺ. മികച്ച നടൻ മോഹൻലാൽ. മികച്ച നടൻ ഓക്കെ. തുടരും ഹൃദയപൂർവ്വം. ആ 2 സിനിമയുടെ കണക്കാക്കിയാണ് തുടരും ഹൃദയപൂർവ്വം. മികച്ച നടി കല്യാണി പ്രിയദർശിനിയുണ്ട്, അനശ്വര രാജനുണ്ട് കേട്ടോ. കല്യാണി പ്രിയദർശന്റെ ലോകയും അനശ്വര രാജന്റെ രേഖാചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ. മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കേരി. ഒന്നുകൂടെ പറയാം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. മികച്ച സിനിമ എക്കോ. സംവിധാനം ദിൻജിത്ത് അയ്യത്താൻ. മികച്ച സംവിധായകൻ ഡൊമിനിക് അരുൺ. സിനിമ ലോക. അടുത്ത മികച്ച നടൻ മോഹൻലാൽ. ഏതൊക്കെ ചിത്രം? തുടരും ഹൃദയപൂർവ്വം. മികച്ച നടി രണ്ടുപേരുണ്ട്. കല്യാണിയുടെ ആണെങ്കിൽ ലോകി, അനശ്വരയാണെങ്കിൽ രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ. മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കേരി. ഓക്കെ. B1ന്റെ B1 ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? വൈറ്റമിൻ B1 ചോദിച്ചിട്ടുണ്ട്. അരിയുടെ തവിടിലാണ്. അരിയുടെ തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് B1. അരിയുടെ തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് B1 ആണ്. പിന്നെ ഈ B2 നമ്മൾ പറഞ്ഞ ഏതാണ്? റൈബോഫ്ലാവിൻ. ഇതിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമുണ്ട്, വായ്പുണ്ണ്. അത് B3. അപ്പൊ ഏതാണ്? ബെറിബർ. B3 പെല്ലഗ്ര. വൈറ്റമിൻ B ആണല്ലേ ബെറിബറി. B3 എന്ന് എടുത്ത് ചോദിച്ചാൽ പെല്ലഗ്ര. B3 പെല്ലഗ്ര. B5 ആണെങ്കിലോ പരിസ്ഥീഷ്യ. B5 പരിസ്ഥീഷ്യയാണ്. B5. B6 ഉണ്ട് കേട്ടോ, മൈക്രോസൈറ്റിക് അനീമിയ. അനീമിയ വിളർച്ച, രക്തക്കുറവാണ് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയാണ് B6. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിൻ G ഉണ്ട്, വൈറ്റമിൻ H ഉണ്ട്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് B7നെയും വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് B2വിനെയും. അപ്പൊ വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് B2ഉം. വൈറ്റമിൻ ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് B6. എലീസ ടെസ്റ്റിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എലീസ ടെസ്റ്റ് എയ്ഡ്സ് കണ്ടെടുക്കാൻ എലീസ. അപ്പൊ ഈ എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അത് B7 ആണ് കേട്ടോ. B7 എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഏതാണ്? അത് B7 ആണ്. B7. ഇനി വൈറ്റമിൻ M എന്നറിയപ്പെടുന്നതും ഉണ്ട്, അത് വൈറ്റമിൻ 9. B9 ആണ് MHG. G ആണെങ്കിൽ 2, H ആണെങ്കിൽ 6, അടുത്ത് M ആണെങ്കിൽ 9. എവിടെയെങ്കിലും അങ്ങ് എഴുതി വെച്ചേക്കണം. പിന്നെ ഈ ഗർഭസ്ഥ ശിശുവിന്റെ നാഡീവ്യവസ്ഥയുടെ വികാസത്തിന് B9 ആണ്. B9 ഫോളിക് ആസിഡ് ആണ്. എലിസ ടെസ്റ്റിന് B7. എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന B7 ആണ്. ഈ B12ന് ഒരു രോഗമുണ്ട്, പെർനീഷ്യസ് അനീമിയ. B12ന്റെ അപര്യാപ്ത രോഗമാണ്
പെർനീഷ്യസ് അനീമിയ. അതുപോലെ നമ്മൾ പറഞ്ഞു സയനോ കൊബാലമിൻ എന്നല്ലേ, അപ്പൊ കൊബാൾട്ട് അടങ്ങിയതും ചോദിച്ചിട്ടുണ്ട്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ബി കോംപ്ലക്സിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് B12 ആണ്. ഈ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ എന്ന് പറഞ്ഞു. കടലിനോട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ കോട്ടയം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഓക്കെ, അടുത്ത് കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ എന്ന് പറയും. കരയാൽ ചുറ്റപ്പെട്ട വലിയ പ്രദേശങ്ങൾ തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഏറ്റവും വലിയ കായലാണ്, അതാണ് അഷ്ടമുടിക്കായൽ. അല്ല, അത് വേമ്പനാട് കായൽ. ശുദ്ധജലമാണെങ്കിൽ ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ഓക്കെ, അടുത്ത് കേരളത്തിലെ തീരപ്രദേശങ്ങൾ മുഖ്യമായി കൃഷി ചെയ്യുന്ന വിളകൾ തെങ്ങും നെല്ലും. ചോദിച്ചിട്ടുണ്ട്, തെങ്ങും നെല്ലും. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് എത്ര? 300 സെന്റിമീറ്റർ. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് ചോദിച്ചാൽ 300 സെന്റിമീറ്റർ. ഓക്കെ, തമിഴ്നാട് ലഭിക്കുന്ന വാർഷിക 95.9. എവിടെ നല്ല അത്ര വെള്ളം വേണം? മുല്ലപ്പെരിയാർ. അതുകൊണ്ടല്ലേ അമ്മയുടെ വിഷയം ഉണ്ടാക്കണം, മുല്ലപ്പെരിയാർ നല്ല വെള്ളം അത്രയും കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പൊ 95.9 സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, അതുകൊണ്ട് അതൊരു ചോദ്യമായിട്ട് വരാം. അപ്പൊ തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയാണ്? 95.9. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കായലുകളുടെ എണ്ണം കേരളത്തിലാകെ കായലുകളുടെ എണ്ണം 34. 34 കായലും 44 നദിയുണ്ട്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ്. എത്ര കിലോമീറ്ററിന് കൂടുതലുള്ള നദികളെയാണ്? 15 കിലോമീറ്റർ ഉണ്ടെങ്കിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത ഇത് മറ്റേ നമ്മളെ മണ്ണ്, എക്കൽ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അതാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. ബിക്കോസ് കേരളത്തിൽ മൊത്തം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. ഇവരെല്ലാം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ചീഫ് ഹരിലാൽ ജെ കെനിയ. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്. ഓക്കെ, എന്നാൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യം മലയാളി KG ബാലകൃഷ്ണൻ. ചീഫ് ജസ്റ്റിസ് ആയ ദളിത് വംശജൻ KG ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ചന്ദ്രചൂഡ്. ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. ആദ്യത്തെ ദളിത് KG ബാലകൃഷ്ണൻ. ആദ്യത്തെ മുസ്ലിം ഹിദായത്തുള്ള. ആക്ടിംഗ് പ്രസിഡന്റ് ആയ ഹിദായത്തുള്ള. സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് വനിതകളൊന്നും ആയിട്ടില്ല. ആദ്യത്തെ ജഡ്ജി ഫാത്തിമ ബീബി. മലയാളിയാണ്, പത്തനംതിട്ടയാണ് അല്ലേ? തമിഴ്നാട്ടിൽ ഗവർണർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ വനിത ഫാത്തിമ ബീബി. രണ്ടാമത്തെ വനിത സുജാത മനോഹർ. ഓക്കെ, സുജാത മനോഹർ. ആദ്യത്തെ മലയാളി പഠിക്കണം കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി പി ഗോവിന്ദ മേനോൻ. ജഡ്ജല്ലേ? ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദ മേനോൻ. ക്വസ്റ്റ്യൻ. പൊതു താൽപര്യ ഹർജി കൊണ്ടുവന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ പറഞ്ഞവരല്ല PN ഭഗവതി. പേര് ഓർത്തിരിക്കും, ഭഗവതി. പൊതു താൽപര്യ ഹർജി അത് കൊണ്ടുവന്നത് PN ഭഗവതി. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ചന്ദ്രചൂടും മകനും ചന്ദ്രചൂടും അച്ഛനും മറ്റേത് മകനും ഏറ്റവും കൂടുതൽ കാലം ചന്ദ്രചൂട് അല്ലെ. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രായം എത്ര വരെ തുടരാം? സുപ്രീം 70 വയസ്സ്. 65. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്ര വയസ്സ് വരെ തുടരാം? 65 വയസ്സ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതായി രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നത് വേറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ലേ?
നീക്കം മറ്റേ ഇംപീച്ച്മെന്റ് 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 നടപടി. ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റിന് കുറെ നടപടികളുണ്ട്. ഉണ്ട്. രാജ്യസഭ മാത്രമല്ല, കമ്മിറ്റി അന്വേഷിക്കണം, കമ്മീഷൻ അന്വേഷിക്കണം, അതിന്റെ റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ. സുപ്രീം കോടതി നിലവിൽ വന്ന 1950 ജനുവരി 26. ജനുവരി 28-നാണ് സുപ്രീം കോടതി ഉദ്ഘാടനം. നമ്മളെ ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 26. അതിൽ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കും അതിന്റെ സ്ഥാപനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം 28 ജനുവരി 28 സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. സുപ്രീം കോടതിയുടെ മുൻഗാമിയാണ് ഫെഡറൽ കോടതി. 1937 ഫെഡറൽ കോടതി. ഫെഡറൽ കോടതിയുടെ ആസ്ഥാനം കൊൽക്കത്ത, ന്യൂഡൽഹി. കോടതിയുടെ ആസ്ഥാനം അപ്പൊ ആദ്യം അവിടെ ഉണ്ടായിരുന്നു ന്യൂഡൽഹിയില്. ഫെഡറൽ കോടതിയിലുണ്ട്. ഫെഡറൽ കോടതി ഒരുപാടുണ്ടായിരുന്നു. ആസ്ഥാനം ന്യൂഡൽഹി. ഇനി സുപ്രീം കോടതിയുടെ ആസ്ഥാനം മാറ്റാൻ പറ്റും? ഇല്ല. പറ്റുമോ? രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയുടെ അനുവാദത്തോടു കൂടി ചീഫ് ജസ്റ്റിസിന് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഹൈക്കോടതി മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് ആസ്ഥാനം മാറ്റാൻ പറ്റും. ഈ സുപ്രീം കോടതി നിലവിൽ വരുന്നതിന് മുമ്പ് 1950 മുമ്പ് ഏറ്റവും വലിയ നീതിപീഠം ഏതായിരുന്നു? സുപ്രീം കോടതിയുടെ മുൻഗാമി അത് ഫെഡറൽ കോടതി. അപ്പൊ ഫെഡറൽ കോടതി അല്ല, അത് ശ്രദ്ധിച്ചോ. സുപ്രീം കോടതി നിലവിൽ വരുന്ന മുമ്പ് അതിന്റെ മുൻഗാമി ഏതായിരുന്നു? ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ പേരെന്താണ്? ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. സുപ്രീം കോടതി നിലവിൽ വരുന്നതിന് മുന്നേ സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എവിടെയാണ് ധർമ്മം ഉള്ളത് അവിടെ വിജയം ഉണ്ടാവും. അല്ലേ? ശരി. വൈറ്റമിൻസ് നമ്മൾ ഏകദേശം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പൊ കൊഴുപ്പിലേക്ക് ഏതൊക്കെയാണ്? അടക്കനിന്റെ കൊഴുപ്പ്. ലോഹങ്ങളുടെ രാജാവ് ഈ സ്വർണം. മഴവിൽ ലോഹം ഇറിഡിയം. പ്രതീക്ഷയുടെ ലോഹം പ്രതീക്ഷ ഗാലിയം. തന്നെ ഗാലിയം തന്നെ. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. ഏറ്റവും കുറവ് കാൽസ്യം തന്നെ ഏറ്റവും കൂടുതൽ കാൽസ്യം. മഗ്നീഷ്യം. ഓക്കെ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹരിതകം പച്ച. മഗ്നീഷ്യം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം. ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഇരുമ്പ്. അലുമിനിയം അലുമിനിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഹൈഡ്രജൻ. അതാണ് ഓക്സിജൻ. ഇത് രണ്ടും കൂടെ മാറിപ്പോകും. ഫോമിക്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അത് മറ്റേ മർഫി. ജോൺ ജോസഫ് മർഫി. ഏത് രാജ്യക്കാരനാണ് ജോൺ ജോസഫ്? അയർലൻഡ്. അയർലൻഡ് സ്വദേശിയാണ്. അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കേരളക്കാരുടെ രക്ഷപ്പെട്ടു. പോർച്ചുഗീസ്. കേരളത്തിൽ റബ്ബർ കൃഷി തുടങ്ങിയ വർഷം 1902. ജോൺ മർഫിയും സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് കേട്ടോ.